പായലിൻ്റെയും ആമ്പലിൻ്റെയും കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുഴയിലും അതേപോലെ തടാകങ്ങളിലുമൊക്കെ പായലിനെയും ആമ്പലിനെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവയുടെ പ്രത്യേകതകൾ നിങ്ങൾ വീക്ഷിച്ചിട്ടുമുണ്ടാവും. പായൽ ഒഴുക്കിനനുസരിച്ച് അങ്ങ് സഞ്ചരിച്ചു പോകും. എന്നാൽ ആമ്പലിനെ ശ്രദ്ധിക്കുക, അതെത്രമാത്രം ഒഴുക്കുള്ളതാണെങ്കിലും അതിൻ്റെ വേര് അഗാധമായ ആ ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ വരെ എത്തി ആ മണ്ണിൽ പിടിച്ചു നിൽക്കും. അപ്പം എത്രമാത്രം പ്രതികൂലമായ സാഹചര്യങ്ങളും ഒഴുക്കുകളുമുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും ആമ്പലിൻ്റെ സ്വഭാവമാണ് കാണിക്കേണ്ടത്. ഏത് ജീവിത പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, എത്ര അഗാധമായ പ്രശ്നങ്ങളാണേലും ആമ്പൽ അതിൻ്റെ താഴേക്കിറങ്ങി വേരുറപ്പിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ആമ്പലിൻ്റെ സ്വഭാവത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ, വിജയിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. അതല്ല, പായലാണെങ്കിൽ അതിനൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ, ഒരു വ്യക്തിത്വമില്ലാതെ അതിങ്ങനെ ഒഴുകി നടക്കും. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ശുഭദിനം നേരുന്നു.